നമസ്കാരം. സമാധാനമില്ലാതെ സുഡാൻ. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ കൂട്ടക്കൊലകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിരൂക്ഷമായി തുടരുകയാണ് സുഡാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ. എൽ ഷാഫിർ നഗരം അടുത്തിടെ വിമതർ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന അതിക്രമങ്ങൾ ആരംഭിച്ചതെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളെ എതിർക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് കൊലപാതകങ്ങളെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. രാജ്യത്ത് നിലവിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണെന്നാണ് UN പറയുന്നത്. സുഡാൻ സൈന്യവും വിമത സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായാണ് ഒരു വർഷമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. എൽ ഷാഫിർ നഗരം ദിവസങ്ങൾക്ക് മുൻപ് വിമതർ പിടിച്ചെടുത്തതോടെ കൂട്ടക്കൊല ആരംഭിക്കുകയായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ തങ്ങളെ എതിർക്കുന്നവരെ RSF അതിക്രൂരമായി കൊല ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ ജർമ്മനി, ജോർദാൻ, UK എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ശനിയാഴ്ച സംയുക്തമായി സുഡാനിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആക്രമികൾ തോക്കുകൾ താഴെവയ്ക്കാതെ ഇത്രയും വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സഹായത്തിനും കഴിയില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യെവെറ്റ് കൂപ്പറും പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് സുഡാൻ നേരിടുന്നതെന്നും കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇതിന് ഇരയാകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോകളിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഭീകരമായ ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. 2 ദിവസത്തിനുള്ളിൽ മാത്രം ഏകദേശം 2000 പേരെങ്കിലും ഈ ക്രൂരതയ്ക്ക് ഇരയായതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ്യത്തിന്റെ ഭൂരിഭാഗവും സുഡാനി അറബ് വംശജരാണെങ്കിലും 5% ക്രിസ്ത്യാനികളും 5% പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരും ഉൾപ്പെടെയുള്ളവരാണ് RSF ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ. സുഡാനിൽ ഒരു വർഷത്തിലേറെ തുടരുന്ന സൈന്യവും വിമത സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നിലവിലെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം. 2019-ൽ ഏകാധിപതിയായിരുന്ന ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് സൈന്യത്തെ നയിക്കുന്ന ജനറൽ അബ്ദേൽ ഫത്താഹ് അൽ ബുർഹാനും RSFനെ നയിക്കുന്ന ജനറൽ മുഹമ്മദ് ഹംദാൻ ജഗാലോയും തമ്മിൽ അധികാര തർക്കം ഉടലെടുത്തത്. ഈ അധികാര വടംവലി രാജ്യത്തെ കടുത്ത സംഘർഷത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഈ സംഘർഷത്തിൽ ഇതുവരെ 1.5 ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നത്. കൂടാതെ 1.25 കോടിയിലധികം ആളുകൾ ജീവന് വേണ്ടി പലായനം ചെയ്തിട്ടുണ്ട്. ഇത്തരം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും നടന്നിട്ടും അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സുഡാനിലെ ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ കുരുതിക്കളങ്ങളാകുന്നത് ആശുപത്രികൾ കൂടിയാണ്. ഡാഫ മേഖലയിലെ സുഡാൻ സൈന്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന എൽഫാഷർ നഗരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുത്തതിന് പിന്നാലെ നഗരത്തിൽ വ്യാപകമായ കൂട്ടക്കൊലകൾ അരങ്ങേറി. എൽഫാഷറിലെ പ്രധാന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 460 സാധാരണക്കാരെ RSF കഴിഞ്ഞ ദിവസവും കൂട്ടക്കൊല ചെയ്തിരുന്നു. നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന അവസാനത്തെ ആരോഗ്യ പരിചരണ കേന്ദ്രമായ സൗദി മെറ്റേണിറ്റി ആശുപത്രിയിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം മാത്രം 2000-ലധികം സാധാരണക്കാരെ സായുധ വിമതർ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്.